കെമിക്കൽ കൈനറ്റിക്സിലെ കുറച്ച് തിയറി പഠിച്ചാലോ? വാ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന ഒരു റേറ്റ് ഇക്വേഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓർഡർ കിട്ടും. എന്നാൽ മോളിക്കുലാരിറ്റിയോ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആകെ ആൾക്കാരുടെ എണ്ണമാണ് എന്ത് വരിക? മോളിക്കുലാരിറ്റി എന്ന് പറയുക. ഓർഡർ എന്ത് ചെയ്യാം? നമുക്ക് എക്സ്പെരിമെൻ്റൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഓർഡർ എന്ത് ചെയ്യാം? ഫ്രാക്ഷണൽ വാല്യൂസ് വരാം. പക്ഷേ മോളിക്കുലാരിറ്റി എന്തേ വരുള്ളൂ? ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ വരുള്ളൂ. ഇനി ഓർഡർ എന്ത് ചെയ്യാം? 0 ആവാം. പക്ഷേ മോളിക്കുലാരിറ്റി എന്ത് ചെയ്യൂല? ഒരിക്കലും 0 ആവൂല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ റിയാക്ഷൻ്റെയും ഓർഡേഴ്സിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ജനറലായിട്ട് ഒരു യൂണിറ്റ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഓർഡർ വന്നാലും ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഓർഡേഴ്സിൻ്റെയും പ്രോപ്പർ ആയിട്ടുള്ള യൂണിറ്റുകൾ കണ്ടുപിടിക്കാം. അതിൻ്റെ ജനറൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇതറിയാമെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം വരുന്നില്ല. അടുത്ത സെറ്റ് നിങ്ങൾ പഠിച്ച 0 ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഗ്രാഫുകൾ പരീക്ഷയ്ക്ക് എപ്പോഴും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂവും ചോദിക്കാറുണ്ട്. ഫൈനലി സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? നമ്മൾ വിചാരിക്കും അത് ഹയർ ഓർഡർ ആണ്. പക്ഷേ സംഭവം എന്താണ്? ഒരു ഫസ്റ്റ് ഓർഡർ ആണ് ഫോളോ ചെയ്യുക. എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആൻഡ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ.